CJPയുടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഓരോ ദൃശ്യങ്ങളും പുറത്തു വരുമ്പോഴും നമ്മൾ കാണുന്നത് കേവലം ഒരു സമരമല്ല, തികച്ചും ക്രിയേറ്റീവായ വേറിട്ട ആശയങ്ങളുടെ ഒരു തരംഗമാണ്. ഞങ്ങൾ ജെൻസീസ് ആണ്, അതുകൊണ്ട് ഞങ്ങളുടെ സമരമാർഗവും വ്യത്യസ്തമായിരിക്കുമെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഈ തലമുറ. ചെറുപ്പത്തിൽ ഞങ്ങൾ ആരാധിച്ച സ്പൈഡർമാനും ബാറ്റ്മാന്റെയും വേഷമണിഞ്ഞ് സമരത്തിലിറങ്ങിയ യുവത്വം. വെറും ബാനറുകളിലും ഫ്ലെക്സുകളിലും കവിതകളിലും മാത്രം ഒതുങ്ങി നിന്ന പഴയ സമര രീതികളിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ് ഇവർ. തങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് പ്രക്ഷോഭത്തിന് മായാജാലം തീർക്കുന്ന പുതിയ തലമുറ. പുസ്തകപ്പുഴുക്കൾ എന്ന് മുദ്ര കുത്തിയ പല പെൺകുട്ടികളും സമരപ്പന്തലിൽ എത്തിയപ്പോൾ ഝാൻസി റാണിമാരായി മാറുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. തങ്ങൾക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും രാജ്യത്തിന്റെ ഭാവി ഞങ്ങളുടെ കൈകളിൽ ഭദ്രമാണെന്നും ഇവർ തെളിയിച്ചു കഴിഞ്ഞു. ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെ എത്രത്തോളം ഉച്ചത്തിൽ സംസാരിക്കാമോ അത്രത്തോളം ഉറച്ച ശബ്ദത്തിൽ ഇവർ പോരാടി. ഇവിടെ പോരാട്ടം മാത്രമല്ല കാണാൻ സാധിക്കുന്നത്, ആത്മഹത്യ ചെയ്തവരെ സ്വന്തം സഹോദരങ്ങൾ എന്ന പോലെ അവർ കണ്ടു. മരണപ്പെട്ട കുടുംബങ്ങളുടെ ബന്ധുക്കൾ സമരപ്പന്തലിലേക്ക് എത്തിയപ്പോൾ അവർക്ക് താങ്ങും തണലുമായി മാറിയതും ഈ ജെൻസി പിള്ളേരാണ്. ജെൻസീസിന് രാഷ്ട്രീയം അറിയില്ല എന്ന് പരിഹസിച്ചവരോട് ഇവർ തർക്കിക്കാൻ പോയില്ല. മാധ്യമങ്ങൾ വന്ന് CBSEയുടെ ഫുൾ ഫോം അറിയുമോ എന്ന് ചോദിച്ച് കുരുക്കാൻ നോക്കിയപ്പോഴും ഇവർ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയില്ല. അതൊരവസരമായി കണ്ട് പൊളിച്ച് കയ്യിൽ കൊടുത്തു. ഒരു വശത്ത് പൊളിറ്റിക്സും മറുവശത്ത് സാങ്കേതിക വിദ്യയും കൃത്യമായി പഠിച്ചെടുക്കുകയായിരുന്നു ജെൻസി. സമരവീര്യം കെടുത്താൻ അധികാരികൾ നെറ്റ്വർക്ക് വിച്ഛേദിച്ചപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവർ ഇതിനെ മറികടന്നു. ഇങ്ങനെയും ടെക്നോളജി ഉണ്ടോ എന്ന് ഫോണിൽ തപ്പി നോക്കേണ്ടി വന്നു അങ്കിൾമാർക്ക്. ഇവിടെയാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്: ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ. സാങ്കേതിക വിദ്യാഭ്യാസം നമ്മളെ എങ്ങനെ ജീവിക്കാമെന്നും തൊഴിലെടുക്കാമെന്നും പഠിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ വിദ്യാഭ്യാസം നമ്മൾ സമൂഹത്തിൽ എങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഇത് രണ്ടും കൃത്യമായ അളവിൽ കൈമുതലാക്കിയവരാണ് ഇന്നത്തെ ജെൻസീസ്. എന്നാൽ ഈ സമരത്തെ പ്രതിരോധിക്കാൻ മറുവശത്ത് വൻ പ്ലാനിങ്ങുകളാണ് നടന്നത്. സമരക്കാരെ മുഴുവൻ തീവ്രവാദികൾ എന്ന് മുദ്രകുത്തുക, പാകിസ്ഥാനുമായി കണക്ട് ചെയ്യുക, പോലീസിന്റെ തല്ലുവാങ്ങിയ വിദ്യാർത്ഥികളെ ട്രോളുക, സത്യം വിളിച്ചു പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരുടെ കമന്റ് ബോക്സിൽ പോയി അസഭ്യം പറയുക. ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ ഒടുവിൽ അയ്യോ ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വയ്യേ എന്ന വർഗീയ കാർഡ് പുറത്തിറക്കി. പക്ഷെ പഴയ പോലെയല്ല, വർഗീയത പറഞ്ഞ് പുതിയ തലമുറയെ വിഭജിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെയാണ് അങ്കിൾമാർ അടുത്ത പ്ലാനുമായി സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയത്. തീവ്രവാദി എന്ന് വിളിച്ചവരോട് നിന്റെ ഫാദർ ആണ് എന്ന് വിളിച്ചു പറയാൻ ഈ പിള്ളേർക്ക് മടിയുണ്ടായിരുന്നില്ല. ഒടുവിൽ ആളുകളോട് സംസാരിക്കാൻ മടിക്കുന്ന ഇൻട്രോവേർട്ടായ പ്രധാനമന്ത്രി അർദ്ധരാത്രിയിൽ ഇൻസ്റ്റഗ്രാമിൽ സജീവമാകാൻ തീരുമാനിച്ചു. രാത്രി ഇൻസ്റ്റയിൽ മുഴുവൻ ജെൻസിയാകും എന്ന ധാരണയിലായിരിക്കുമോ നമ്മുടെ പ്രധാനമന്ത്രി ഈ രാത്രി ഇറക്കവും കുശലാന്വേഷണവും നടത്തിയത്? മോദി തന്റെ പുതിയ വീഡിയോ പുറത്തുവിട്ടപ്പോൾ അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ജെൻസി മടിച്ചില്ല. ഫ്രണ്ട്സ് എന്ന അഭിസംബോധനയുമായി വന്ന വീഡിയോ പിന്നീട് വൻ ട്രോളുകൾ കൊണ്ട് മൂടി. വാട്സപ്പ്, ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റികളിൽ മതം കുത്തിവെച്ച് ആളുകളെ വിഭജിച്ചവർ ഇൻസ്റ്റഗ്രാമിനെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അവിടെയാണ് അങ്കിൾമാർക്ക് തെറ്റിയത്. ഒരു കൂട്ടം യുവത ഇൻസ്റ്റയിൽ തീയാകുകയായിരുന്നു. എന്തിനേയും ചുട്ടുകരിക്കാൻ ശക്തിയുള്ള തീ. പഴയ തലമുറയ്ക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കാൻ സാധിക്കും, പക്ഷേ ഈ ചെറുപ്പക്കാരെ പോലെ വേഗത്തിൽ അത് സാധിക്കില്ല. ഇനി അങ്കിൾമാർ ഇൻസ്റ്റഗ്രാം പഠിച്ചു വരുമ്പോഴേക്കും ജെൻസീസ് അടുത്ത ആപ്പിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും എന്നതാണ് സത്യം. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ മാൻ. ഈ പഴഞ്ചൊല്ല് തിരുത്തിക്കൊണ്ട് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ ജെൻസീസ് IQ എന്നവർ തെളിയിച്ചു കഴിഞ്ഞു. വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പോരാട്ടത്തിന്റെ വലിയൊരു പാഠം അവർ സ്വന്തമാക്കി. ഈ സമരം ഭരണകൂടത്തിനും രാഷ്ട്രീയക്കാർക്കും നൽകുന്ന വലിയൊരു മുന്നറിയിപ്പുണ്ട്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. എന്തും വിളിച്ചു പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കുന്ന പഴയ തലമുറയല്ല നിങ്ങളുടെ മുന്നിലുള്ളത്. ഇന്നലത്തെ ശക്തരായ അമ്മമാർ നാളെയുടെ ലോകത്തെ നയിക്കാൻ വളർത്തിയെടുത്ത യുവതലമുറയാണിത്.